റെഡ് ഫോർട്ട് ബോംബ് ബ്ലാസ്റ്റിനെ പറ്റി നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ആദ്യം ഒന്ന് കുറച്ച് പറയാം, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട്. നവംബർ 9 ഫരീദാബാദ് ഹരിയാനയിൽ വെച്ച് 2900 കിലോഗ്രാംസ് അമോണിയം നൈട്രേറ്റ്സ് പോലീസ് ഫോഴ്സും NIA ഒക്കെ ചേർന്ന ഗ്രൂപ്പ്സ് പിടിച്ചെടുത്തിരുന്നതാണ്. പിന്നീട് പിറ്റേ ദിവസം, അതായത് റെഡ് ഫോർട്ട് ബ്ലാസ്റ്റ് നടക്കുന്നതിൻ്റെ അന്ന് മോർണിംഗ്, ഗുജറാത്തിൽ മൊഹീദ്ദീൻ എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് റൈസ് എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ട റൈസിന് ഡെഡ്ലി പോയിസൺ ആണ്, അതും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രൂപ്പ്സിനെ. ഫരീദാബാദ് ഹരിയാനയിലെ 2 വീടുകളിൽ നിന്നായിട്ട് ഷഹീന, ഷക്കീൽ, മുസാമിൽ, ആദിൽ അഹമ്മദ്, പിന്നെ ഗുജറാത്തിൽ നിന്ന് മൊഹീദ്ദീൻ ടെററിസ്റ്റുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്തതിന് അമോണിയം നൈട്രേറ്റ്സ് എന്ന് വെച്ചാൽ ബോംബ് ബ്ലാസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് അവർ കീപ്പ് ചെയ്തിരുന്നതാണ്. റൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡെഡ്ലി പോയിസൺ. അതൊരു ബയോളജിക്കൽ അറ്റാക്കിന് വേണ്ടിയിട്ട് അവർ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് വാട്ടർ സപ്ലൈ ലൈൻസിൽ കലർത്തി ആൾക്കാരെ കൂട്ടത്തോടെ കൊല്ലാനാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇതെല്ലാം പിടിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാര നടപടി, അല്ലെങ്കിൽ ഇത് ഫെയിലായതിൻ്റെ ഒരു പാനിക്കിൽ നിന്ന് ഉടലെടുത്തൊരു റെസ്പോൺസ് എന്ന നിലയ്ക്ക് ആണ് നവംബർ 10 ഉണ്ടായത് റെഡ് ഫോർട്ട് ബോംബ് ബ്ലാസ്റ്റ്. അതായത് റെഡ് ഫോർട്ടിന് അടുത്തുള്ള റോട്ടിൻ്റെ അവിടെ വഴിയേരിയിൽ പാർക്ക് ചെയ്തിട്ട കുറച്ച് കാറുകൾക്കടുത്ത് ഈ ടെററിസ്റ്റ് കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ അത് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കപ്പെടാത്ത ചില കാര്യങ്ങളാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. സെപ്റ്റംബർ 23, 2025 നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാം, ഓപ്പറേഷൻ നൂംകൂർ എന്ന ഒരു ടൈറ്റിലിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലീഗലായിട്ട് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാങ്ങപ്പെട്ടിട്ടുള്ള കുറച്ച് വളരെ വില കൂടിയ ലക്ഷറിയസ് കാർസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിടിച്ചെടുത്തത് സെലിബ്രിറ്റീസായ പൃഥ്വിരാജ് സുകുമാരൻ, പിന്നെ അമിത് ചക്കാലക്കൽ, ദുൽഖർ സൽമാൻ തുടങ്ങിയവരായിരുന്നു. ദുൽഖർ സൽമാനും പൃഥ്വിരാജും നമുക്കറിയാം. അമിത് ചക്കാലക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേർ ഓഫ് സൈറാബാനു എന്നൊക്കെ പറഞ്ഞ മൂവീസ് നമുക്കറിയാമല്ലോ. ഇതിനകത്തൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലല്ലോ, വേറെ സിനിമയുണ്ട്, വാരിക്കുഴിയിലെ കൊലപാതകം, പിന്നെ അങ്കമാലി ഡയറീസ്, ഈ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ നൂംകൂർ പിടിച്ചെടുത്തിട്ടുള്ളത് ഇല്ലീഗലായിട്ട് കടത്തിക്കൊണ്ടുവരികയും വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ള കാറുകളാണ്. അത് ഭൂട്ടാൻ, നേപ്പാൾ പോലെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്നതാണ്. പൊതുവെ കേട്ടിട്ട് മനസ്സിലാവുന്നത് കോയമ്പത്തൂർ ഈ കടത്തൽ സ്മഗ്ലിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി വെച്ച് ആണ് കടത്തിക്കൊണ്ടിരുന്നതാണ്. കേരളത്തിലേക്കും കടത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓപ്പറേഷൻ നൂംകൂറിനും ഇപ്പോൾ ഈ നവംബർ 9 നടന്നിട്ടുള്ള ഈ അറസ്റ്റുകൾക്കും സീഷേഴ്സും 10th മോർണിംഗിനും നടന്നതായിട്ട് ബന്ധപ്പെട്ട് മീഡിയാസിലൊന്നും സംസാരിക്കപ്പെടുന്നില്ല എന്നാണ്. ഇറ്റ്സ് ഹൈലി അൺഫോർച്ചുനേറ്റ്. ഇവിടെ ശ്രദ്ധിക്കപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ആക്ടർ ഒക്കെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല, ഇന്ന് ബോളിവുഡിലേക്കും ഒക്കെ നല്ല പ്രസൻസ് അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. ഈ അടുത്തിറങ്ങിയേക്കുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ വെബ് സീരീസിൽ പുള്ളി വളരെ രാജ്യസ്നേഹ പട്ടാളക്കാരായിട്ടൊക്കെയാണ് അഭിനയിക്കുന്നത്. റൈറ്റ്. ആൻഡ് ദുൽഖർ സൽമാൻ ഓൾസോ, he has a great presence in South Indian movies and he has also acted in a couple of Malayalam movies. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ പാരനോയിഡ് ആവണമെന്ന് അറിയില്ല, മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പല വിഗ്രഹങ്ങളും തച്ചുടക്കപ്പെടുകയാണ്. നമ്മൾ പലതിനെ സംശയിച്ച് പോകുന്നു. ഈ അടുത്ത് ദുൽഖർ സൽമാൻ്റെ ഫാദർ നമുക്ക് എല്ലാവർക്കും അറിയാം, മമ്മൂട്ടി. ഇത് മലയാളത്തിലെ തലപ്പത്ത് നിൽക്കുന്ന വൺ ഓഫ് ദി സൂപ്പർ സ്റ്റാർസാണ്. ഇദ്ദേഹത്തിൻ്റെ ഇന്ന് ഈ അടുത്ത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന ന്യൂസ് ഉണ്ടായിരുന്നു. അതുപോലും പല സെലിബ്രിറ്റീസും പൊളിറ്റീഷ്യൻസും അവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ക്രൈംസ് പിടിക്കപ്പെടുന്നതാകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നൊരു പതിവുണ്ടല്ലോ. ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ, പക്ഷേ ഈ പറഞ്ഞ ഈ ഓപ്പറേഷൻ നൂംകൂറിൽ ഈ പറഞ്ഞവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഭീകരമായ ക്രൈംസ് ആണെങ്കിൽ പോലും അവർ പിടിക്കപ്പെടുന്നതിന് ഒരു സാധ്യതയും കാണുന്നില്ല. അവർക്കെതിരെ പ്രോപ്പറായിട്ട് ആക്ഷൻസ് എടുക്കുന്നതിൽ കാണുന്നില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ ഒക്ടോബർ 1, 2024 ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന സ്റ്റേറ്റ് ഇലക്ഷൻസ്, ഇപ്പോൾ യൂണിയൻ ടെറിട്ടറീസ് ആണല്ലോ, കാശ്മീരിൽ നടന്ന ഇലക്ഷൻസ്, അതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ അകത്ത് ഇത്രയും റാമ്പൻ്റായിട്ട് അറ്റാക്സ് കൂടി വരാൻ. അതിനുമ്പും നടന്നിട്ടുണ്ട്, പക്ഷേ ചെറിയ തോതിൽ സ്ഥിരം ടെററിസ്റ്റ് അറ്റാക്സിൻ്റെ ഹോട്ട്സ്പോട്ട്സ് ആയ സ്ഥലങ്ങളിലാണ് നടക്കാറുള്ളത്. കൂടുതലും പ്രിവെൻറ്റ് ചെയ്യപ്പെടാറുള്ളത്. ഇപ്പോഴും പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ അറ്റാക്സ് കൂടി വരുന്നുണ്ട് എന്നുള്ളത് വളരെ ഭീകരമായ അവസ്ഥയാണ്. ഏറ്റവും പേടിക്കേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്ന് തന്നെ കാണാൻ പറ്റും. കേരളത്തിൽ തന്നെ കുറേ സോഷ്യൽ മീഡിയാസിൽ ടെററിസ്റ്റുകളെ ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ആൾക്കാരിടുന്നുണ്ട്. ഇറ്റ്സ് ഹൈലി അൺഫോർച്ചുനേറ്റ്. എനിവേ, ഇന്നും ഇപ്പോൾ ഒരു കാറ് സീസ് ചെയ്യപ്പെട്ടു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, റെഡ് എക്കോ സ്പോർട്ട്. ഗവൺമെൻറ് ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ആൻഡ് നമ്മൾ വേറൊരു വീഡിയോയിൽ നാൾ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ, ഇപ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യൻ ആയിട്ടുള്ള അലയൻസ്. നേരത്തെ കാശ്മീരിൽ നടന്നിട്ടുള്ള അറ്റാക്സിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയത്, നമ്മുടെ നാഷണൽ ഗവൺമെൻറ് മിലിറ്ററി ചേർന്ന് നടത്തിയത്, എയർഫോഴ്സും എല്ലാം, നമ്മുടെ ഡിഫൻസ് ഫോഴ്സ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് സാഹചര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലിപ്പോൾ ഒരു പാക്റ്റ് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ പാകിസ്ഥാന് ഒരു ഇതിനെ നമ്മൾ റെസ്പോൺസ് ചെയ്യുകയാണെങ്കിൽ അതിൽ സൗദി അറേബ്യയുടെ നിലപാട് എന്തായിരിക്കും എന്ന് നോക്കി കാണേണ്ടതാണ്. ഇനി ഇതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യം പോലും ഇനി ഉണ്ടാവില്ല. അതിന് പല കോൺസിക്വൻസസ് ഉണ്ടാവും, സത്യമാണ്, നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യം. പക്ഷേ ഈ കോൺസിക്വൻസസ് പറയുന്നത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല. ഗവൺമെൻറ് ഇതിന് ആർമിയും പോലീസും എല്ലാം IB എല്ലാം തക്കതായ നടപടിയെടുക്കുന്ന പ്രതീക്ഷിക്കുന്നു.